ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് നമ്മുടെ ചെറിയൊരു പച്ചക്കറിത്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ UK ഭയങ്കര കാലാവസ്ഥയൊന്നും അത്ര നല്ല കാലാവസ്ഥയൊന്നുമല്ല. ഇന്നിപ്പോൾ രാവിലെ മുതൽ മഴയാണ് ഉണ്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് പച്ചക്കറികളൊന്നും നമുക്ക് വളർത്താൻ പറ്റില്ല. പക്ഷെ ഉള്ള സ്ഥലത്ത് ചെറുതായിട്ട് ഞാൻ രൂപപ്പെടുത്തിയെടുത്തൊരു പച്ചക്കറിത്തോട്ടം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതാണിത്. അപ്പോൾ ഈ നിൽക്കുന്നത് കെയിൽ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നമ്മൾ തോരൻ വെക്കാനൊക്കെയാണ് ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നത്. ഈ ഇല കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നമ്മളിത് തോരൻ വയ്ക്കാൻ നല്ല ഇലയാണ്. പിന്നെ ഇത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മൾ ചെടി ഇങ്ങനെ വാങ്ങിച്ചിട്ട് നട്ട് വെച്ചിരിക്കുന്ന, മല്ലി പാകിയതല്ല, ചെടി വാങ്ങി നട്ടതാണ്. അതിനിടയ്ക്ക് ഇതേ നമ്മുടെ കുഞ്ഞൻ ചീരകൾ മുളച്ച് വരുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പാകിയേക്കുന്നതാണ്. നല്ല കണ്ടോ, ഇത് വലുതായി വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതുപോലത്തെ ചെറിയ ചട്ടിയിൽ നമ്മൾ തക്കാളി തൈ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബീൻസിൻ്റെ തൈയാണ്. ബീൻസ് നമ്മുടെ ചെറിയ കുറ്റിയായിട്ടുണ്ടാകുന്ന ബീൻസിൻ്റെ തൈയാണ്. പിന്നെ ഇത് ഇതിൻ്റെ ഇല തോരൻ വയ്ക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് നമ്മുടെ നാട്ടിലെ പാലക്ക് ചീര എന്ന് പറയില്ലേ, നമ്മൾ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന നമ്മുടെ പാലക്ക് ചീരയാണിത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ ബീറ്റ്റൂട്ടിൻ്റെ തൈയാണ് ഈ മുളച്ച് വരുന്നത്. നമ്മൾ തൈ പാകി കുരു പാകി മുളപ്പിച്ചേക്കുന്നതാണത്. അതാണ് ചെറിയൊരു പച്ചക്കറി തോട്ടം കേട്ടോ. ഇതും ബീറ്റ്റൂട്ടിൻ്റെയാണ്. ഇത് പെട്ടെന്ന് വലുതായി വരുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിവിടെ നട്ടു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും ബീൻസിൻ്റെ തൈയും തക്കാളിയുടെ തൈയുമാണ്. പിന്നെ ഇത് നമ്മുടെ മണ്ണ്, നമ്മളിവിടെ ഹോം ഡിപ്പോളിൽ നിന്നൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്ന മണ്ണാണിത്. ഈ മണ്ണ് ഇതിനകത്തേക്ക് നിറച്ചിട്ടാണ് നമ്മൾ ഈ പച്ചക്കറി തൈകളെല്ലാം നടുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റോസ്മേരി. ഇതും നമുക്കിതുപോലെ ഇവിടെ കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ചെറിയ തൈകളും വലിയ തൈകളും ഒക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ ഒരു ഗ്രോ ബാഗിൽ നട്ട് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതിൽ നിന്ന് ഇലയൊക്കെ പറക്കി വന്നിട്ട്, ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, നമ്മുടെ തലമുടി പൊഴിയാതെ തലമുടിയിലൊക്കെ ഇത് സ്പ്രേ ചെയ്താൽ മുടി നന്നായിട്ട് വളരുന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാനിതിൻ്റെ ഇലയൊക്കെ അതുപോലെ എടുത്ത് മുടിയിലൊക്കെ സ്പ്രേ ചെയ്ത് നോക്കാറുണ്ട്. വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇതും അതുതന്നെയാണ്, കെയിൽ എന്ന് പറയുന്ന ആ ചെടിയാണ്. പിന്നെ ഇത് നമ്മുടെ പുതിനയില. ഇത് ഞാൻ കറി വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന പുതിനയിലയുടെ ഒരു തണ്ട് ഇതുപോലെ നട്ടു കൊടുത്തപ്പം അതിതുപോലെ നന്നായിട്ട് ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. നല്ല ഇലയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടേക്കുന്ന ഒരു കാന്താരി മുളകിൻ്റെ തൈയാണ്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ ചെറുതായിട്ട് പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വലുതാവോ ചെറുതാവോ എന്നൊന്നും അറിയില്ല. ഇന്നലെ ഞാനിത് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചെറിയൊരു പച്ചക്കറി തോട്ടം. അപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്നവർ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇനി ഞാൻ മുടങ്ങാതെ എൻ്റെ ചാനലിൽ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്